പ്രിയമുള്ളവരെ, റാഫിയോടൂരാണേ. ഞാനേ ഒരു കാര്യം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഈ 90-ലൊക്കെ ജനിച്ച ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഓടും. അത് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്തൊരു കിടിലൻ ഫുഡായിരുന്നു ഇത്. ഇപ്പോൾ അത് കുറച്ച് പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാലും എന്താ പറയുന്നത്, അന്യം നിന്ന് പോയൊരു സംഭവമാണത്. ചില വീടുകളിലൊക്കെ എനിക്ക് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. അപ്പം ഞാനത് ഉണ്ടാക്കി കാണിക്കാം. നിങ്ങളൊന്ന് പറ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനേ കുറച്ച് ആട്ടപ്പൊടിയാണ് ഇട്ടിടുന്നത്. നമ്മുടെ സാധാ ഗോതമ്പ് മാവല്ലേ, അത് കുറച്ച് നമ്മൾ ഇതുപോലെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തേങ്ങയുടെ തീരെ കുറച്ച് ഇതിൻ്റെ മണ്ടയൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്ത് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് കുഴച്ചെടുക്കണ്ട. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ 90 കിഡിന് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ സാധനം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് കൈയെല്ലാം നല്ല വൃത്തി കഴുകണം കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊന്ന് ചുട്ടെടുക്കാൻ പോകണം കേട്ടോ. ശരിക്കും ഇത് വിറകടുപ്പിൽ നമ്മുടെ സാധാ ദോശക്കല്ലില്ലേ, അതിനകത്തൊക്കെ ചുടുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ദോശക്കല്ലും അടുപ്പും വിറകടുപ്പും ഒന്നുമില്ല. പിന്നെ ഇവിടെ ഫ്രൈ പാനിലാണ് ചുടാൻ പോകുന്നത്. എണ്ണ നല്ല വൃത്തിക്ക് ഇങ്ങനെ എടുത്തെടുക്കുക. ഇത് ശരിക്കും നമ്മൾ 90 കാലങ്ങളിലൊക്കെ എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ. നല്ല വൃത്തിക്ക് എണ്ണ ഊത്തെടുക്കുക. ദോശ ഇതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ പരത്തുവാണ് കേട്ടോ. വെള്ളം കൂടി പോയെന്നൊരു സംശയമുണ്ട്. കൈ വെച്ചിട്ട് ഞാൻ ഇതുപോലെ പരത്തിയെടുക്കണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഈ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ വിരലിൻ്റെ പാടുണ്ടാവും. ഇങ്ങനെ ദോശ ഇങ്ങനെ പരത്തിയിട്ടാണ് വിരലിൻ്റെ പാട് 4-5 വിരലിൻ്റെ പാട് ഉണ്ടാവും. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തുവാണ്. അപ്പോൾ നമ്മളിതൊന്ന് തിരിച്ചിടുകയാണ് കേട്ടോ. നല്ല ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല കട്ടി സംഭവമായിരിക്കും കേട്ടോ. നല്ല കട്ടിയോടിരിക്കും. എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ എൻ്റെയൊക്കെ അമ്മച്ചി, അപ്പോൾ അമ്മച്ചിയൊക്കെ ഒരുപാട് ചെറുപ്പത്തിൽ ഉണ്ടാക്കി തന്നുള്ള സംഭവമാണ് കേട്ടോ. ഇത് ശരിക്കും ഇതിൻ്റെ കൂടെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഇത് നല്ല കട്ടിയുള്ള അപ്പമാണ്. അപ്പോൾ ദോശയോ എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ കൂടെ ശരിക്കും നമ്മുടെ ഇന്നലത്തെ മീൻകറി ഉണ്ടല്ലോ, മീൻകറി കൂടി തിന്നണം. അടിപൊളിയായിരിക്കും. ശരിക്കും 90 കിഡിൻ്റെ ഒരു പിസ്സ എന്ന് വേണമെങ്കിൽ പറയുന്നത്. അത്രയ്ക്ക് പറഞ്ഞാൽ കൂടി പോകുന്നറിയില്ല. പക്ഷെ ഒരുപാട് ഓടിയൊരു സംഭവമാണ് കേട്ടോ. ഇപ്പോഴും ചില വീടുകളിലൊക്കെ ഉണ്ടാവും കേട്ടോ, എനിക്കറിയില്ല. ശരിക്കും ഇത് അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. അപ്പം ഞാൻ മീൻകറി ഇല്ല, അതുകൊണ്ട് ഇച്ചിരി ബീഫ് കറി ഉണ്ടായിരുന്നു, അത് കൂട്ടി കഴിക്കണം. ഇതിൻ്റെ 2 കഴിച്ചാൽ മതി രാവിലെ കേട്ടോ. ഇത് ശരിക്കും പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരിക. വിറകടുപ്പിൽ വെക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ടും സംഭവം സെറ്റായിട്ടുണ്ട്. ഒരു നൊസ്റ്റാൾജി അടിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. എന്തല്ലേ പഴയ 90-ൻ്റെ പിസ്സ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇന്ന് എന്താ വിളിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.